അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒന്നാം ക്ലാസ്സിലെ നല്ല മക്കളെ, എന്തെല്ലാം ആണ് മക്കളുടെ വിശേഷങ്ങളൊക്കെ? സുഖമാണെന്ന് കരുതുന്നു. അല്ലാഹു തആല എല്ലാവർക്കും സന്തോഷവും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ മൗസ് എന്നായിരുന്നു പഠിച്ചത്. മൗസ്, ഈ മൗസ് എന്ന് പറഞ്ഞ് പഠിച്ച പാഠത്തിലും പഠിച്ചത് മീമാണ്. മീം, ആ മീം എങ്ങനെ പറയുക എന്നുള്ളതും പാട്ടുരൂപത്തിൽ നമ്മൾ പാടി കേൾപ്പിച്ചിട്ടുണ്ട്. മക്കളൊക്കെ മീം എഴുതുകയും വായിക്കുകയും പഠിക്കുകയും ചെയ്തവരാണ്. ഇൻഷാ അല്ലാഹ് ആ മീം പറയുന്നത് വായ തുറന്ന് രണ്ട് ചുണ്ടുകളും പൂട്ടി തുറക്കുമ്പോഴാണ് മീം. മീം അങ്ങനെ എല്ലാവരും പറഞ്ഞ് മീം പറഞ്ഞ് പഠിക്കണം. മീം, മൗസ്, ആ പാഠം നമ്മൾ പഠിച്ചു. മൗസ്, ആ മൗസ് എന്ന പാഠത്തിൽ ബാക്കി ഭാഗം കൂടെ നമുക്ക് എഴുതാനുണ്ട്, വായിക്കാനുമുണ്ട്. അത് ഞാൻ സ്ക്രീനിൽ കാണിക്കുകയാണ്. അപ്പോൾ മക്കളൊക്കെ അത് വായിച്ചുകൊണ്ട് അത് വൃത്തിയായി എല്ലാ പാഠത്തിലും പറയുന്നത് പോലെ താഴെ നിന്ന് മുകളിൽ നോക്കി താഴെ എഴുതണം. 1 എന്ന നമ്പർ ഇട്ട സ്ഥലത്ത് നമ്മൾ എഴുതണം. എന്നിട്ട് മുകളിൽ നോക്കുക. എന്നിട്ട് വരയുടെ മുകളിൽ വരേണ്ട അക്ഷരം വരയിലും വരൻ്റെ താഴെ വരേണ്ട അക്ഷരങ്ങൾ താഴെയുമായിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. സ്ക്രീനിലേക്ക് നോക്കിയാൽ എല്ലാവർക്കും അറിയാം. സ്ക്രീനിൽ നോക്കണം എല്ലാവരും. ഒന്ന് നോക്കിക്കേ. സമറുൻ, സമറുൻ, ഖിമാറുൻ, ഖിമാറുൻ, സംസം, സംസം, ഹമീദുൻ, ഹമീദുൻ, ഉമൂറുൻ, ഉമൂറുൻ, ഉമൂറുൻ. ഇത് വായിച്ചിട്ട് നമ്മൾ എഴുതണം. ഇപ്പോൾ ഉമൂറുൻ എന്നെഴുതുമ്പോൾ എന്നുള്ളത് വരയുടെ മുകളിൽ എഴുതി, മീം വാവിൻ്റെ താഴ്ഭാഗം വരയുടെ താഴെ വന്ന് റാഇൻ്റെ താഴ്ഭാഗവും വരയുടെ താഴെ വരണം. അതേപോലെ എല്ലാ വാക്കുകളും, ഇപ്പം ഈ പറഞ്ഞ വാക്കുകൾ മുഴുവനും മക്കൾ വായിച്ചു കൊണ്ടാണ് എഴുതേണ്ടത്. ഒന്നും കൂടെ വായിക്കുക. എന്നിട്ട് വായിച്ചിട്ട് നോക്കിയിട്ട് ഒന്നും കൂടെ താഴെ നിന്ന് എഴുതണം. ആ എഴുതിയ ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് ഒന്നും കൂടെ വായിച്ച് പഠിക്കുകയും വേണം. സമറുൻ, ഖിമാറുൻ, സംസം, ഹമീദുൻ, ഉമൂറുൻ. ഇത് മക്കൾ വായിച്ച് എഴുതണം. ഇനി അതിൻ്റെ താഴെ നോക്ക്. നഖറഅ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നമുക്ക് വായിക്കാം. ഖുർആനിൽ നിന്ന്. ഈ ഖുർആൻ നമ്മൾ 2ാം ക്ലാസ്സിലെത്തുമ്പോൾ 1ാം ക്ലാസ്സിലെ മിടുക്കന്മാരായ മക്കളൊക്കെ നല്ല വൃത്തിയിലായി ഖുർആൻ ഓതി പഠിക്കാൻ വേണ്ടിയാണ് 1ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നമുക്ക് ഇത് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ 1ാം ക്ലാസ്സിൽ നിന്ന് അക്ഷരങ്ങളൊക്കെ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായി മിടുക്കന്മാരായിട്ട് നമുക്ക് ഖുർആൻ ഓതാൻ പറ്റും. ഉസ്താദ് താഴെയുള്ളത് വായിക്കാം. സ്ക്രീനിലേക്ക് നോക്കണം, എല്ലാവരും നോക്കണം. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. സ്ക്രീനിലേക്ക് നോക്കിക്കോ. സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅ്ലാ. ഇല്ലാ കുല്ലു, ഇല്ലാ കുല്ലു മുഅ്തദിൻ, മുഅ്തദിൻ, അസീം, അസീം. നോക്കിക്കോ. ഇല്ലാ കുല്ലു മുഅ്തദിൻ അസീം. ഫൽതഖൽ മാഉ, ഫൽതഖൽ മാഉ.
അലാ അംറിൻ, അലാ അംറിൻ. ഖദ് ഖുദിർ, ഖദ് ഖുദിർ. ഇങ്ങനെ തന്നെ വായിച്ച് മിടുക്കന്മാരായി ഖുർആൻ ഓതാൻ പഠിക്കണം എല്ലാവരും. ഈ ആയത്ത് ഖുർആനിലുള്ള ആയത്താണ്, നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്. അപ്പം ആ പാഠം നമ്മൾ പൂർത്തിയായി. മൗസ്, മൗസ് എന്ന പാഠം. ഇനി നമ്മൾ പുതിയൊരു പാഠത്തിലേക്കാണ് കിടക്കുന്നത്. ആ പാഠത്തിൽ നമ്മൾ പഠിക്കുന്നത് എന്താണ്? മീം. ആ മീമിൻ്റെ മുകളിൽ സദ് കൊടുത്താൽ, മക്കളൊക്കെ പഠിച്ചിട്ടുണ്ട്, സദ് എന്തിനാണ്? മണിക്കാനുള്ളതാണ്, കട്ടികൂട്ടി പറയാനുള്ളതാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം മീമിന് സദ് കൊടുത്താൽ നമ്മൾ മണിച്ചുകൊണ്ടാണ് പറയേണ്ടത്. അതാണ് നമ്മൾ ഈ പാഠത്തിൽ പറയുന്നത്. സദ് ഒന്ന് പറയാം നമുക്ക്. പാഠം നമുക്ക് വായിച്ചു നോക്കാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കണം. നോക്കിക്കോ സ്ക്രീനിലേക്ക്. ഷമ്മാം, ഷമ്മാം. ഹമ്മാമുൻ, ഹമ്മാമുൻ. സുമ്മു, സുമ്മു. അമ്മി, അമ്മി. ഖിതാമൻ, ഖിതാമൻ. ഹുതാമുൻ, ഹുതാമുൻ. ഹമാമിൻ, ഹമാമിൻ. മാ, മൂ, മീ. ഗമ്മ, ഉമ്മുൻ. സമ്മി. കണ്ട ഒന്നും കൂടെ. ഗമ്മ, ഉമ്മുൻ, സമ്മി. അപ്പോൾ മീമിന് സദ് കൊടുക്കുമ്പോൾ മണിച്ചുകൊണ്ടാണ് മീമ് പറയേണ്ടത്. മണിക്കണം. സമ്മി, ഉമ്മുൻ, അങ്ങനെ പറയണം. അപ്പോൾ ഷമ്മാം. എന്താ ഷമ്മാമ്? നമ്മളെ വീടുകളിലൊക്കെ ജ്യൂസൊക്കെ അടിച്ച് കുടിക്കാറുണ്ട്. ഷമ്മാം, ഷമ്മാം. എല്ലാവരും പറയണം ഷമ്മാം. മക്കളൊക്കെ ഒന്ന് പറഞ്ഞേ ഷമ്മാം. ഉണ്ടാ ഷമ്മാം. മീമിന് സദ് വന്ന്, അതേപോലെ മീമിന് തൻവീൻ ഫതഹ വന്ന്, തൻവീൻ ലമ്മ വന്ന്, തൻവീൻ കസ്റ വന്ന്. ഇതൊക്കെയാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത്. ഇനി അതിൻ്റെ താഴെ നോക്കിയേ, അതിൻ്റെ അടുത്തുള്ള പേജിൽ. അത് നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പറഞ്ഞതുപോലെ താഴെ നിന്ന് മേൽപോട്ട് എഴുതാനുള്ളതാണ്. ഉസ്താദ് വായിക്കാം, നോക്കണം, എല്ലാവരും ശ്രദ്ധിച്ച് നോക്കണം. എന്നിട്ട് ആ സ്ക്രീനിൽ നോക്കിയിട്ട് എല്ലാവരും പുസ്തകത്തിൽ നോക്കി, മുകളിൽ നോക്കി, താഴെ ഭാഗത്ത് നിന്ന് എഴുതണം. ഉസ്താദ് വായിക്കാം. അമദിൻ, അമദിൻ. നോക്കിക്കോ. അമദിൻ. ഖദ്ദംതു, ഖദ്ദംതു, ഖദ്ദംതു. മാഊന, മാഊന, മാഊന. ഹമീമൻ, ഹമീമൻ, ഹമീമൻ. തമ്മിം, തമ്മിം, തമ്മിം. അങ്ങനെ വായിച്ചിട്ട് എഴുതണം. മിടുക്കന്മാരായ മക്കൾ, നല്ല മക്കൾ എല്ലാവരും ഇത് വായിച്ചുകൊണ്ട് തന്നെ എഴുതണം. ഇത് വായിച്ച് എഴുതി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഖുർആൻ ഓതാനും നമ്മുടെ പുസ്തകങ്ങളൊക്കെ വായിക്കാനൊക്കെ പറ്റും. അല്ലാഹു തആല നല്ല മക്കളാക്കി നമ്മളൊക്കെ പഠിക്കാനുള്ള നല്ല ഉത്സാഹം അല്ലാഹു തആല നമുക്കൊക്കെ തരട്ടെ. ഇനി അതിൻ്റെ താഴെ നോക്കിയെല്ലാവരും നഖറഉ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് നമുക്ക് ഓതാം. ഈ ഖുർആനിൽ നിന്ന് നമ്മൾ ഓതുമ്പോൾ നമ്മൾ മുകളിൽ പഠിച്ചു. എങ്ങനെ പഠിച്ചത്? മീമിന് സദ് വന്നാൽ എന്തു ചെയ്യണം? മീമിന് സദ് വന്നാൽ എന്തു ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് പറഞ്ഞേ, ആരാ പറയാ? മീമിന് സദ് വന്നാൽ എന്തു ചെയ്യും? പറഞ്ഞു. മീമിന് സദ് വന്നാൽ മണിക്കണം, മണിച്ചുകൊണ്ടാണ് പറയേണ്ടത്.
അപ്പോൾ മണിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഉസ്താദ് മണിച്ചുകൊണ്ട് പറയട്ടെ. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കിക്കോട്ടോ, സ്ക്രീനിലേക്ക് എല്ലാവരും നോക്കണം, ഈ ഭാഗത്തേക്ക് എല്ലാവരും നോക്കിക്കോ. സുമ്മും ബുക്മുൻ, സുമ്മും ബുക്മുൻ, ഗമ്മം ബിഗമ്മ, ഗമ്മം ബിഗമ്മ, അത്മംത, അത്മംത, ഹുബ്ബൻ ജമ്മാ, ثم قست, ثم قست, ഇമാമൻ, ഇമാമൻ. കണ്ടോ, ഇതേപോലെ മിടുക്കന്മാരായി നല്ല മണിച്ചുകൊണ്ട് തന്നെ ഓതണം. മീമിന് സദ് വന്നാൽ മണിക്കണം. പിന്നെയോ മീമിന് ഫതഹ് വന്നാൽ അലിഫ കൊടുത്താൽ നീട്ടണം, മാ. കസ്റ കൊടുത്ത് യാ കൊടുത്താൽ മീ, ലമ്മ കൊടുത്താൽ മൂ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിടുക്കന്മാർ ഇതൊക്കെ പഠിച്ചതാ. അപ്പോൾ നമ്മൾ മിടുക്കന്മാരായിക്കൊണ്ട് ഈ പറഞ്ഞ പാഠം നല്ലവണ്ണം വായിച്ച് പഠിക്കണം. ഇനി നമുക്കൊരു പാട്ട് പാടാം. ആ പാട്ട് പാടുന്നത് മീമിൻ്റെ മുകളിൽ സദ് വരുമ്പോൾ മണിക്കുന്നതിനെ കുറിച്ചുള്ള പാട്ടാണ്. എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം, എല്ലാവരും കൂടെ ഉസ്താദിൻ്റെ കൂടെ പാടവും വേണം. മീമിൻ്റെ മുകളിൽ സദ് വന്നാൽ മണിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ആ പറഞ്ഞതിനെ കുറിച്ചൊരു പാട്ടാണ് ഇനി പാടാൻ പോണത്. മിടുക്കന്മാരായ മക്കൾ, 1-ാം ക്ലാസ്സിലെ മക്കൾ എല്ലാവരും പാട്ട് പാടണം, ഉസ്താദിന് പാടിക്കൊടുക്കുകയും വേണം. എന്താ പാട്ട്? ഒന്ന് പാടാം. മീമിനു മീതെ ശബ്ദ് വരുമ്പോൾ മീമ് മണിച്ചു പറഞ്ഞോളൂ. അമ്മ സുമ്മ ദമ്മ ജമ്മ മിമ്മ നമ്മ ഹമ്മാമുൻ. മീമിനു മീതെ ശബ്ദ വരുമ്പോൾ മീമ് മണിച്ചു പറഞ്ഞോളൂ. അമ്മ സുമ്മ ദമ്മ ജമ്മ മിമ്മ നമ്മ ഹമ്മാമുൻ. മീമ് വരുന്നൊരു നാടുണ്ടോ? മക്ക പറഞ്ഞാൽ മീമുണ്ട്. മീമ് വരുന്നൊരു പേരുണ്ടോ? മൂസ പറഞ്ഞാൽ മീമുണ്ട്. മീമ് വരുന്നൊരു പഴമുണ്ടോ? മൗസ് പറഞ്ഞാൽ മീമുണ്ട്. അപ്പോൾ ഈ മീമിനെ കുറിച്ചുള്ള പാട്ടും കൂടെയാണ് നമ്മൾ ഈ പാടിയത്. അപ്പോൾ നമ്മൾ നിർത്തുകയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ സന്തോഷം നൽകട്ടെ, റാഹത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.